അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ മാസം 24-ാം തീയതി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് ഒരു മുഖാമുഖം നടക്കുകയുണ്ടായി. അതിൽ സൗബാൻ എന്ന പേരുള്ളൊരു സഹോദരൻ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് മുഴുവൻ ജനങ്ങളിലേക്കും അതിൻ്റെ ഉപകാരം ലഭിച്ചോട്ടെ എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് സൗബാൻ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നബിദിന ആഘോഷം ബിദഅത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദഅത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം, മാലിക് റഹിമഹുല്ലാഹ്ക്ക് ഒരുപാട് കിതാബുണ്ട്, മുഅത്ത, മുദവ്വൻ, അങ്ങനെ ഒരുപാട് കിതാബ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, മാലിക് റഹിമഹുല്ലാഹ് ഈ ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത്? ഈ ചോദ്യം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആദ്യ ഭാഗം ചോദ്യകർത്താവ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണ കുടുങ്ങിയതുപോലെ തോന്നും. ആദ്യമായി അദ്ദേഹം ചോദിക്കുന്നത് നബിദിനാഘോഷം ബിദഅത്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മൗലവി പല തവണകളിൽ ആവർത്തിക്കുന്ന ഇമാം മാലിക്കിൻ്റെ ഉദ്ധരണി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചോദ്യം തുടങ്ങുന്നത് തന്നെ. സത്യത്തിൽ ഇമാം മാലിക്കിൻ്റെ ഖൗല് ഉള്ളതുകൊണ്ടല്ല നബിദിനാഘോഷം ബിദഅത്താണ് എന്ന് നാം പറയുന്നത്. ഇമാം മാലിക്കിൻ്റെ ഖൗല് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നബിദിനാഘോഷം ബിദഅത്ത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നബിദിനാഘോഷം ബിദഅത്താണ് എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇമാം മാലിക്കിൻ്റെ ഖൗല് ഉദ്ധരിക്കുന്നത്? അത് ബിദഅത്തിൻ്റെ ഗൗരവം അറിയിക്കാനാണ്. ബിദഅത്തിൻ്റെ അപകടവും ഗൗരവവും ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടതാണ്. അത് ഇമാമിയങ്ങൾ അവരുടെ ഖൗലുകളിലൂടെ അത് ആവർത്തിച്ച് പറയുന്നതുമാണ്. അത്തരത്തിൽ ഒരു ഇമാമിൻ്റെ ഖൗലായാണ് ഇമാം മാലിക്കിൻ്റെ ഖൗല് അവിടെ ബിദഅത്തിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്നത്. ഇവിടെ സൗബാൻ ചോദിച്ച മറ്റൊരു കാര്യം ആ റിവായത്തിൻ്റെ സനദിനെ പറ്റിയാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഈ ഒരു വാചകം നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ ബിദഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ഖൗലാണ്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹ ഹസനത്തൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല എന്ന ഈ ഒരു വാചകം. ഈ വാചകം നിരവധി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരാറുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫൈസൽ മൗലവി ഉസ്താദ് തന്നെ അന്നത്തെ മുഖാമുഖത്തിലൂടെ സൂചിപ്പിച്ച കാര്യമാണ്. ഇവിടെ ആദ്യമായി നമ്മളതിൻ്റെ സനദിലേക്ക് ചർച്ച പോകുമ്പോൾ അതിൻ്റെ സനദൊക്കെ ഇനി പൂർണ്ണമായി നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, നമ്മൾ മുഖാമുഖത്തിൽ തന്നെ ഉസ്താദ് വിശദീകരിച്ച് പറഞ്ഞതാണ്. അതിൽ അവർ പ്രധാനമായും വിമർശിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞ് അതൊന്ന് പരിശോധിക്കാം. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു വിമർശിക്കപ്പെടേണ്ട ഒന്നും ഈ ഒരു അസറിൻ്റെ സനദിലില്ല. ഇബ്നു ഹസം റഹിമഹുല്ലയാണ് ഈ അസർ ഉദ്ധരിച്ചതായി നമുക്ക് സനദോട് കൂടി കിട്ടുന്നത്. അൽ ഇഹ്കാം ഫി ഉസൂലുൽ അഹ്കാം എന്ന ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൊക്കെയാണ് ഇത് അദ്ദേഹം ഉദ്ധരിച്ച് കാണുന്നത്. ഇബ്നു ഹസം റഹിമഹുല്ലയെ വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ റിവായത്തുകളൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മളെ ചോദ്യകർത്താവിൽ നിന്ന് അവിടെ കണ്ടതാണ്. ഒരിക്കലും ഇബ്നു ഹസം റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടല്ല പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ സ്വീകാര്യനാണ് അദ്ദേഹത്തിൻ്റെ റിവായത്തുള്ള വിഷയത്തിൽ, അദ്ദേഹം ഉദ്ധരിക്കുന്ന അസറുകളുടെ വിഷയത്തിലൊക്കെ സ്വീകാര്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെയും അസറുകളും ഹദീസുകളും ഉദ്ധരിക്കുന്ന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവുമൊക്കെ പണ്ഡിതന്മാർ വളരെയധികം പുകഴ്ത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പിന്നെ സച്ചരിതരായ മുൻഗാമികളെ പല ആളുകളെയും താബീങ്ങളെയും അങ്ങനെ പലരെയും വിമർശിക്കുന്ന സമയത്ത് വളരെ
പിന്നെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ പണ്ഡിതന്മാർ പറയാറുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ റിവായത്തുകൾ സ്വീകരിക്കാൻ തടസ്സമാകുന്നൊരു പ്രശ്നമായി പണ്ഡിതന്മാർ എവിടെയും എണ്ണിയിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാന ഇബ്നു ഖല്ലിക്കാൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വഫയാത്തുൽ അയാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഖാന ഹാഫിദൻ ആലിമൻ ബി ഉലൂമിൽ ഹദീസ്. നമ്മൾ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മാത്രം, അങ്ങനെയുള്ള ചിലത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമികമായ എല്ലാ വിജ്ഞാനീയങ്ങളിലും വിശാലമായ അറിവുള്ള പണ്ഡിതനാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇബ്നു ഖല്ലിക്കാൻ റഹിമഹുല്ല പറയാണ്, ഖാന ഹാഫിദൻ ആലിമൻ ബി ഉലൂമിൽ ഹദീസ്. ഹദീസ് വിജ്ഞാനീയങ്ങളിൽ അറിവുള്ള ഹാഫിദ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഹാഫിദ് എന്ന പദവി പല പണ്ഡിതന്മാർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഹാഫിദ് എന്ന് സാധാരണ നമുക്കറിയാം, ഹാഫിദ് എന്ന് പിന്നെ ഹദീസ് വിജ്ഞാനീയത്തിൻ്റെ വിഷയത്തിൽ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുള്ളവർക്ക് ഹാഫിദ് എന്ന് പറയപ്പെടും. അപ്പോൾ അത്രയും ഹദീസ് വിജ്ഞാന രംഗത്ത് അറിവുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹമെന്ന് ഇബ്നു ഖല്ലിക്കാൻ റഹിമഹുല്ല പറഞ്ഞു. അതുപോലെ ഇബ്നു ഹയ്യാൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹദീസ് വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, കാന ഇബ്നു ഹസമിൻ റഹിമഹുല്ല ഹാമില ഫുനൂനിൻ മിൻ ഹദീസിൻ വ ഫിഖ്ഹിൻ. ഹദീസും ഫിഖ്ഹുമാകുന്ന വ്യത്യസ്ത വൈജ്ഞാനിക ശാഖകളിൽ വളരെ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇബ്നു ഹസം റഹിമഹുല്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കാണാൻ സാധിക്കും, വലഹു മിന തമീസ് ബൈന സഹീഹി വദ്ദഈഫ്. ഹദീസ് സ്വഹീഹും ദഈഫും വേർതിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയ പാണ്ഡിത്യമുണ്ട്, അറിവുണ്ട്. വൽ മഅരിഫത്തി ബി അഖ്വാലി സലഫ്. സലഫിൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് ഇമാം മാലിക്കിൻ്റെ വാക്ക് ഇബ്നു ഹസം റഹിമഹുല്ലയെ സംബന്ധിച്ച് സലഫിൻ്റെ വാക്കാണ്. അതിനെ സംബന്ധിച്ച് വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം. മാ ലാ യകാദു യഖഉ മിസ്ലഹു ലിഗൈരിഹി മിനൽ ഫുഖഹ. മറ്റുള്ള പല ഫുഖഹാക്കൾക്കും ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ അവർക്ക് എത്തപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വിജ്ഞാനം സലഫുകളുടെ ആസാറിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ട്. ഇമാം ദഹബി അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി, പല സ്ഥലത്തും പുകഴ്ത്തി പറഞ്ഞ് കാണാൻ സാധിക്കും. സിയറ അലാമുൻ നുബലായിൽ പറഞ്ഞിട്ടുണ്ട്, തദ്കിറത്തുൽ ഹുഫാദിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ദഹബി പറഞ്ഞു, അൽ ഇമാമുൽ ഔഹദുൽ ബഹർ ദുൽ ഫുനൂനി വൽ മആരിഫ് അൽ ഫഖീഹുൽ ഹാഫിസ്. ഫഖീഹാണ്, ഹാഫിദാണ്. അപ്പോൾ വലിയ വിജ്ഞാനമുള്ള, അങ്ങനെ ഒരിക്കലും തള്ളിക്കളാവുന്ന ഒരാളല്ല. അദ്ദേഹത്തിലൂടെ മാത്രം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ സനദോടുകൂടി നമുക്ക് ലഭിച്ച പല സഹാബിമാരുടെയും താബിയങ്ങളുടെയും ആസാറുകൾ എമ്പാടുമുണ്ട്. ആയിരക്കണക്കിന് ആസാറുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ സനദോടുകൂടി സഹാബത്തിൻ്റെയും താബിയങ്ങളുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ആസാറുകൾ കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇബ്നു ഹസം റഹിമഹുല്ലയുടെ റിവായത്തുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹം ഒരു തള്ളപ്പെടേണ്ട വ്യക്തിയല്ല. ഹാഫിദാണ്, വലിയ പാണ്ഡിത്യമുള്ള, അങ്ങനെ ആസാറുകൾ ഉദ്ധരിക്കാൻ വലിയ കഴിവുള്ള മുസന്നിഫാണ്. അങ്ങനെ ആസാറുകൾ നമുക്ക് ഉദ്ധരിച്ചു തന്ന ആളാണ്. ഫിഖിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ഫിഖിൻ്റെ മസലകൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന ആസാറുകൾ പണ്ഡിതന്മാർ, ഫുഖാക്കൾ പരിഗണിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. ധൈര്യമായിട്ട് ഇമാം മാലിക്കിൻ്റെ ഖൗൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കാം. തീർച്ചയായും അദ്ദേഹം അത് ഉദ്ധരിച്ചു എന്നുള്ളത് ഒരിക്കലും അത് സ്വീകരിക്കാൻ ഒരു പോരായ്മയോ പ്രശ്നമോ അല്ല. നമ്മൾ ആ സനദുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരിക്കലും ഒരു പ്രശ്നമല്ല. പിന്നെ അതിൽ അവർ പറഞ്ഞിരുന്ന ചോദ്യകർത്താവ് പ്രധാനമായും ഉന്നയിച്ചൊരു വിഷയം ഇബ്നുൽ മാജിഷൂൻ എന്ന് പറഞ്ഞ ഇമാം മാലിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. ഇമാം മാലിക്കിൻ്റെ അസ്ഹാബ് മാലിക് എണ്ണുമ്പോൾ, ഇമാം മാലിക്കിൻ്റെ അസ്ഹാബുകൾ എണ്ണുമ്പോൾ അതിൽ ഏറ്റവും ഒന്നാമത്തെ നിരയിൽ എണ്ണപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ഇബ്നുൽ മാജിഷൂൻ റഹിമഹുല്ല. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഇമാം ദഹബി റഹിമഹുല്ല പറഞ്ഞേ കാണാൻ സാധിക്കും, അല്ലാമത്തുൽ ഫഖീഹ് മുഫ്തിൽ മദീന. ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ്. ഇമാം മാലിക്കിന് ശേഷമായിരിക്കും അദ്ദേഹം മുഫ്തിൽ മദീന ആയിട്ടുണ്ടാകും. മദീനയിലെ മുഫ്തിയാണ്, അല്ലാമയാണ്, ഫഖീഹാണ്. തിൽമീദുൽ ഇമാം മാലിക്, ഇമാം മാലിക്കിൻ്റെ തിൽമീദാണ്, ശിഷ്യനാണ്. അതുപോലെ തന്നെ വഹുവ സ്വദൂഖുൻ, അദ്ദേഹം സ്വദൂഖാണ്. അപ്പോൾ സ്വദൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നൽകുന്ന ഒരു ദറജയാണ് സ്വദൂഖ്. അത് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ദറജയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്ന രംഗത്ത് അദ്ദേഹം സ്വദൂഖാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റും. സ്വദൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു സ്വദൂഖിൻ്റെ ഹദീസ് ഒരു പിന്നെ ഹസനിൻ്റെ ദർജയിലാണ് ഉണ്ടാവുക. അപ്പോഴും സ്വീകാര്യം തന്നെയാണ്, തള്ളിക്കളയേണ്ട അവസ്ഥയല്ല. വലഹു, അതുപോലെ തന്നെ അതിനുശേഷം ഇബ്നു ഹജർ അസ്ഖലാനിയാണ് അത് പറയുന്നത്, വലഹു അഗ്ലാത്തുൻ ഫിൽ ഹദീസ്. ഹദീസിൽ അദ്ദേഹത്തിന് ഗലത്തുകൾ, ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? നിരുപാധികം അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ തള്ളുമോ? അദ്ദേഹം ഉദ്ധരിച്ചത് ഹദീസാണെങ്കിൽ പോലും നിരുപാധികം തള്ളുകയല്ല ചെയ്യുക. അത് മറ്റുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസുകളോട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് സ്വീകരിക്കുക. അപ്പോൾ ഇത് ഹദീസുമല്ല, ഇത് ഇമാം മാലിക് സ്വന്തം ഉസ്താദായ ഇമാം മാലിക്കിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഒരാൾ തൻ്റെ സ്വന്തം ഉസ്താദിൻ്റെ വാചകം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ആ ഒരു വിഷയം അവിടെ വരുന്നില്ല എന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കുക. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്,
ഇബ്നു മാജിഷുവിനെ കുറിച്ച് പറയുന്നുണ്ട്, കാന ലാ യഅഖിലുൽ ഹദീസ്, അദ്ദേഹത്തിന് ഹദീസ് മനസ്സിലാക്കാനുള്ള ഒരു പ്രാവീണ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതിനെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്താ അതിൻ്റെ ഉദ്ദേശം, ഹദീസ് തീരെ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഒരിക്കലും സ്വീകാര്യമല്ല എന്നാണോ? അല്ല. അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ലം യക്കുൻ മിൻ ഫുർസാനിഹി, ഹദീസിൻ്റെ വിഷയത്തിൽ അഗ്രഗണ്യന്മാരിൽപ്പെട്ട ആളായിരുന്നില്ല, അതിൽ അഗ്രഗണ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു. വ ഇല്ലാ ഫഹുവ സിഖത്തുൻ ഫി നഫ്സി, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം സിഖത്താണ്. അങ്ങനെ ഒരു വലിയ പാണ്ഡിത്യമുള്ള ഹദീസിൽ അങ്ങനെ, കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് ഹദീസ് നേരെ കേട്ടതാകട്ടെ അബ്ദുൽ മലിക് ബിൻ ഹബീബ്, നമ്മൾ അവിടെ അടുത്തൊരു പ്രശ്നം ഉദ്ധരിച്ച് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു അബ്ദുൽ മലിക് ബിൻ ഹബീബ്. ഇത് ഇബ്നുൽ മാജിഷുവിൻ്റെ ശിഷ്യനാണ്. ഈ അബ്ദുൽ മലിക് ബിൻ ഹബീബ് ആണെങ്കിലും ഇബ്നുൽ മാജിഷുവിനാണെങ്കിലും അവരുടെ ജീവിതം തന്നെ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഫിഖ്ഹും ആ ഇമാം മാലിക്കിൻ്റെ അഭിപ്രായങ്ങളും അതിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച പണ്ഡിതന്മാരാണ്. അവർ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഫിഖ്ഹ് പഠിക്കാനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പഠിക്കാനും. അപ്പോൾ ആ വിഷയത്തിൽ അവർ അഗ്രഗണ്യരാണ്. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർക്ക് പോരായ്മകൾ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അവർക്ക് അങ്ങനെ പഠിക്കാൻ അവർ അതിനേക്കാളും സമയവും അവർ പിന്നെ അധ്വാനവും കൊടുത്തിട്ടുണ്ടാവുക എന്തിനാണ്? ഇമാം മാലിക്കിൻ്റെ ഫിഖ്, ഇമാം മാലിക്കിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചും പഠിക്കാനാണ്. അബ്ദുൽ മലിക് ഇബ്നു ഹബീബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഇബ്നുൽ മാജിഷൂൻ്റെ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു എന്ന് പറയുന്ന പണ്ഡിതന്മാർ ശിഷ്യന്മാർ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ എണ്ണുമ്പോൾ ആ കൂട്ടത്തിൽ എണ്ണുന്ന ഒരാളാണ് അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് അൽ ഫഖീഹ്. ഇമാം ദഹബി എണ്ണിയിട്ടുണ്ട്. അപ്പം ഇബ്നുൽ മാജിഷൂൻ നേരെ പഠിച്ച ആളാണ് അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്. ഈ അബ്ദുൽ മലിക് ഇബ്നു ഹബീബിനെ കുറിച്ച് പിന്നെ ഇബ്നു ഹസം റഹിമഹുല്ലാഹ് ലൈസ ബിസിഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിഖത്തല്ല. പക്ഷെ അത് എന്ത് വിഷയത്തിലാണ്? ഹദീസിൻ്റെ വിഷയത്തിലാണ്. ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹം സിഖത്തല്ല. അതുപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് ഹാഫിദ് അബൂബക്കർ ബിൻ സയ്യിദ് നാസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ അബ്ദുൽ മലിക് ഇബ്നു ഹബീബിനെ അദ്ദേഹം ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹം ദുർബലനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിന് അതിന് പ്രത്യേകം ചേർത്ത് പറഞ്ഞു, വഅന്നഹു സുഹുഫിയ്യുൻ ലാ യദ്രിൽ ഹദീസ്, ഹദീസ് അറിയാത്ത ആളാണ്. അപ്പം ഹദീസിൻ്റെ വിഷയത്തിലെ പ്രശ്നമുള്ളൂ. അത് നമ്മൾ ഇബ്നുൽ ഖത്താൻ റഹിമഹുല്ല വളരെ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്. കാന മുഹഖിഖൻ യഹ്ഫദു മദ്ഹബ മാലിക്കിൻ, ഇമാം മാലിക്കിൻ്റെ മദ്ഹബിനെ മനപ്പാടമാക്കി ആ വിഷയത്തിൽ മുഹഖിഖായിരുന്നു അദ്ദേഹം. എന്നിട്ട് അതിന് തൊട്ട് ശേഷം അദ്ദേഹം പറയുന്നത് വലം യഹ്ദി ഫിൽ ഹദീസി ലിറുഷ്ദിൻ വലാ ഹസല മിൻഹു അലാ ഷെയ്ഖിൻ മുഫ്ലിഹിൻ. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ശരിയായൊരു രീതി, അദ്ദേഹത്തിന് ശരിയായൊരു വിജ്ഞാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നല്ല ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഹദീസിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് നമ്മൾ ഇമാമിങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട. ഇമാമിങ്ങളുടെ വിഷയത്തിൽ അത് ഇസ്ലാമിക പിന്നെ വിജ്ഞാനീയങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ചില വിഷയങ്ങളിൽ ചിലർ വളരെ സ്വീകാര്യരായിരിക്കും, എന്നാൽ അവർ മറ്റ് വിഷയങ്ങളിൽ സ്വീകാര്യരാവില്ല. ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ ചിലർ സ്വീകാര്യരായിരിക്കും, മറ്റു പണ്ഡിതന്മാരുടെ വിഷയത്തിൽ അവർ സ്വീകാര്യരാവില്ല. ചില നാട്ടിൽ നിന്ന് ഉദ്ധരിക്കുന്നത് സ്വീകാര്യരായിരിക്കും, ചില നാട്ടിൽ നിന്ന് ഉദ്ധരിക്കുന്നത് സ്വീകാര്യരാകും. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഈ റിപ്പോർട്ടർമാരുടെ വിഷയത്തിൽ വിഷയങ്ങൾക്കനുസരിച്ചും നാടിനനുസരിച്ചും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇമാം മാലിക്കിൻ്റെ ഫിഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ റിപ്പോർട്ട് നമ്മൾ പ്രശ്നം പറയപ്പെട്ട എല്ലാ ആളുകളും നമുക്ക് പരിപൂർണമായും സ്വീകരിക്കാവുന്ന ആളുകളാണ്. ആ വിഷയത്തിൽ പ്രത്യേകം ഈ ഇതൊക്കെ നോക്കി ഹദീസുകളുടെ വിഷയത്തിൽ അവർ പല പ്രശ്നങ്ങളും പറഞ്ഞപ്പോഴും ഇമാം മാലിക്കിൻ്റെ ഫിഖിൻ്റെ വിഷയത്തിൽ അവർ അഗ്രഗണ്യരെന്ന് പ്രത്യേകം ഇതേ പണ്ഡിതന്മാരനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക്കിൻ്റെ മദ്ഹബിൻ്റെ വിഷയത്തിൽ, ഇമാം മാലിക്കിൻ്റെ അഭിപ്രായങ്ങളുടെ വിഷയത്തിൽ ഇവർ നല്ല കാഴ്ചപ്പാടും അറിവുള്ളവരാണ് എന്നവർ വളരെ പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇമാം മാലിക്കിൻ്റെ ഖൗല് സ്വീകരിക്കാൻ നമുക്ക് ഈ സനദിലെ ഒരു റാവിയും തടസ്സമല്ല എന്നതാണ് രത്ന ചുരുക്കം. അത് തീർച്ചയായും. മാത്രമല്ല നമ്മൾ അതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇമാം മാലിക്കിൻ്റെ ഖൗല് ഇവിടെ നമ്മൾ കൊണ്ടുവന്നത് എന്തിനാണ്? ദീനിൽ പുതിയൊരു ഇബാദത്ത് ഉണ്ടാക്കാനോ പുതിയൊരു വിശ്വാസം പറയാനോ അല്ല ഇമാം മാലിക്കിൻ്റെ ഖൗലിലൂടെ കൊണ്ടുവന്നത്. മറിച്ച് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഒരു അസ്ല്, ഒരു തത്വം, അതിനെ ആവർത്തിച്ച് പറയുക മാത്രമാണ് ഇമാം മാലിക്കിൻ്റെ ഖൗലിലുള്ളത്. ഒരു മനുഷ്യൻ ബിദഅത്ത് ചെയ്താൽ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമാണ് എന്ന പറഞ്ഞ മതത്തിൽ പുതുതായി ഒന്ന് ചെയ്താൽ അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഒന്നുകിൽ പ്രവാചകൻ അത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, സ്വഹാബത്ത് അത് നമ്മിലേക്ക് എത്തിച്ചില്ല എന്ന് പറയേണ്ടി വരും, അത് ഏതായാലും നടക്കില്ല. അതല്ലെങ്കിൽ പ്രവാചകന് മറന്നുപോയി എന്ന് വിചാരിക്കേണ്ടി വരും, അതും ഒരിക്കലും നമ്മളെ കൊണ്ട് വിശ്വസിക്കാവുന്നതല്ല. പിന്നെ അതിൻ്റെ ഒരു മറുവശമാണ് ആ ദീനിൽ പ്രവാചകൻ നമുക്ക് എത്തിക്കുന്ന വിഷയത്തിൽ വഞ്ചന വരുത്തി എന്നുള്ളത്. ആ വിദ്യാർത്ഥി ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മറുവശം ഇതൊക്കെയാണ്. അതാണ് ആ ഖൗലിലുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ദീനിൽ പുതിയതായിട്ടൊരു വിശ്വാസമോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പ്രവൃത്തിയോ കൊണ്ടുവരാനല്ല അവിടെ ഇമാം മാലിക്കിൻ്റെ ഖൗല് കൊണ്ടുവന്നത്. അദ്ദേഹം തന്നെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് തെളിവെടുത്തിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതെ. പിന്നെ അവർ ഇതിൽ പറയുന്ന മറ്റൊന്നാണ്,
ആ നമ്മൾ പറഞ്ഞ സനദിൽ ആ സനദിന്റെ റിവായത്തിൽ യറാഹ ഹസന എന്നൊരു ഭാഗം ഇല്ല എന്നുള്ളത്. അതിൽ നമുക്കൊരു വ്യക്തത. യറാഹ ഹസന എന്ന് പറഞ്ഞൊരു ആ ഒരു വാചകം നമ്മൾ കൊണ്ടുവന്ന ഇബ്നു ഹസം റഹിമഹുല്ലയുടെ ആ ഒരു ഇസ്നാദിലൂടെ വന്ന ആ ഒരു അസറിൽ ഇല്ല എന്നത് ശരി തന്നെയാണ്. പിന്നെ എന്നാൽ അതേസമയം ഇമാം ഷാത്തിബി റഹിമഹുല്ല ഈ ഒരു അസർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 4-5 സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്താണ് ഇമാം ഷാത്തിബി യറാഹ ഹസന എന്ന ആ ഒരു റിവായത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നിലധികം തവണ ഉണ്ട് ഇമാം ഷാത്തിബിയുടെ കയ്യിൽ യറാഹ ഹസന എന്നതാണ് ഒരു. അതെ, യറാഹ ഹസന എന്ന വാചകം ഉള്ള റിവായത്ത് ഒരു സ്ഥലത്തേ കൊണ്ടുവരുന്നുള്ളൂ. അതില്ലാത്ത റിവായത്തുകൾ അതേ 4-5 സ്ഥലങ്ങളിൽ ഇമാം ഷാത്തിബി റഹിമഹുല്ല കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇമാം ഷാത്തിബി റഹിമഹുല്ല ഈ യറാഹ ഹസന എന്ന റിവായത്ത് കൊണ്ടുവന്ന സ്ഥലമാണെങ്കിലും ആ വാചകം കൊണ്ടുവരാത്ത സ്ഥലമാണെങ്കിലും അവിടെയൊക്കെ ഇമാം ഷാത്തിബി അത് കൊണ്ടുവന്നത് ആ യറാഹ ഹസനയായ ഒരു ബിദ്അത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. അതേ ആശയം സ്ഥാപിക്കാനാണ്. നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിഷയത്തിൽ തന്നെയാണ് ഇമാം ഷാത്തിബി എന്ത് ചെയ്തിട്ടുള്ളത്, അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇമാം ഷാത്തിബി തന്നെ അത് പറയുന്നുണ്ട്. ഈ യറാഹ ഹസന എന്ന റിവായത്ത് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അതിന് തൊട്ട് മുമ്പ് പറയാണ്, വസബത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യമുത് ഹത്താ അതാ ബിബയാനി ജമീഇ മാ യുഹ്താജു ഇലൈഹി ഫി അംരി ദീനി വദ്ദുനിയ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം പറഞ്ഞു തന്നിട്ടല്ലാതെ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്, സ്ഥിരപ്പെട്ട കാര്യമാണ്. വഹാദ ലാ മുഖാലിഫ അലൈഹി മിൻ അഹ്ലിസുന്ന. ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി ബന്ധപ്പെട്ട അറിയിക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഫൈദാ കാന കദാലിക്, അങ്ങനെയാണ് കാര്യമെങ്കിൽ ഫൽ മുബ്തദിഉ ഇന്നമ മഹ്സൂലു ഖൗലിഹി ബിലിസാനി ഹാലിഹി ഔ മഖാലിഹി. എന്നാൽ ഒരു മുബ്തദി, ഒരു പുതിയ ഒരു ആശയം, പുതിയൊരു ആചാരം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വാചികമായി അവൻ്റെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനത്തിലൂടെയോ അവൻ പറയുന്നത് എന്താണ്? അവൻ പറയുന്നത് ഇന്ന ശരീഅത്ത് ലം തുത്തിം, ശരീഅത്ത് പൂർണ്ണമായിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ശരീഅത്ത് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി എത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കിയിട്ടില്ല. അള്ളാഹു പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞതിന് കളവാക്കലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നിട്ടില്ല പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്ന അതിൻ്റെ ആശയം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബല്ലിഗ് മാ ഉൻസില ഇലൈക വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞു, അത് അറിയിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ, വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശുക്കനല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും എത്തിച്ചു കൊടുത്തവനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എന്താ വിഷയങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലാകുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കളവാക്കുന്ന രൂപത്തിലുള്ള ഒരു വാദമാണ് എന്ത്, ഒരു നല്ല കാര്യം ദീനിലുണ്ട് എന്ന് പറയുന്നത്. അതാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മൻ ഹദ്ദസക അന്നഹു കതം ഫഖദ് കദബ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം മറച്ചു വെച്ചു എന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ അവൻ കളവാണ് പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ ആ വ്യക്തമായി അതാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് പറഞ്ഞത്. മുബ്തദി പറയുന്നത് എന്താ, ഒരു ബിദ്അത്ത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ അയാൾ വാചകമായി വാക്കുകൊണ്ട് പറയുകയാണ് അല്ലെങ്കിൽ അവിടെ പ്രവൃത്തി കൊണ്ട് അയാൾ പറയുകയാണ്. എന്താ പറയുന്നത്? ശരീഅത്ത് പൂർണ്ണമല്ല. ഇമാം ഷാത്തിബി അത് പറഞ്ഞു. ഇമാം മാലിക് അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാൽ തന്നെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ചിന്തിക്കുന്നവർക്ക് പിടിയിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം യറാഹ ഹസന, ഇനിയിപ്പോൾ യറാഹ ഹസന എന്ന് ഒരിടത്തും ഇല്ലെങ്കിൽ കൂടി ഇവിടെ ബിദ്അത്തിനെ പറ്റിയാണ് പറയുന്നത്. ബിദ്അത്ത് യറാഹ ഹസന അല്ലാതെ പിന്നെന്താണ്? അതെ, അത് നല്ലത് ഉദ്ദേശിച്ചുകൊണ്ടല്ല. കാരണം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിന്റെ പേരിലേക്ക് ചേർത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പറയുന്നത്. ദീനിനെ ഉദ്ദേശിച്ച ഒരാൾ നല്ലതല്ലാത്തത് ചെയ്യില്ല, ദീനായിട്ട് ഹറാമ് ചെയ്യൂലല്ലോ, ദീനായിട്ട് നല്ല കാര്യം ചെയ്യും. അത് ഇമാം ഷാത്തിബി തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ അസറിന്റെ യറാഹ ഹസന എന്ന റിവായത്ത് ഇല്ലാത്ത സ്ഥലത്ത് ഇമാം ഷാത്തിബി ഇത് പറയുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്, ഇമാം മാലിക്കിന്റെ ആ അഭിപ്രായം, ആ വാക്ക് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. എന്താ അദ്ദേഹം പറഞ്ഞു? വഹാസിലുൽ മഅസിയത്തി അന്നഹ മുഖാലിഫത്തുൻ ഫി ഫിഅലിൽ മുകല്ലഫി ലിമാ യഅതഖിദു സിഹ്ഹതഹു മിന ശരീഅ. ശരീഅത്തിൽപ്പെട്ട ഒരു കാര്യത്തിന് വിരുദ്ധമായാണ് ഒരാൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യലാണ്
ഒരു മാസിയത്ത്, ഒരു തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ വൽ ബിദ്അത്തു ഹാസിലുഹ മുഖാലഫത്തുൻ ഫി ഇഅ്തിഖാദി കമാൽ ശരിയ. അതെ, ശരീഅത്ത് പൂർണ്ണമാണെന്ന വിശ്വാസത്തിന് എതിരാണ് ബിദ്അത്ത്. അപ്പോൾ ആ ഒരു വിശ്വാസം വരുന്ന ഇതെന്താണ്? അത് തന്നെയാണ് ഈ ഒരു വാചകത്തിൻ്റെ ആശയവും അത് തന്നെയാണുള്ളത്. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഖൗൽ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം, ഇമാം മാലിക് റഹിമഹുള്ളയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള സംഭവമുണ്ട്. ശരിക്കും നമുക്ക് ആ സംഭവം മാത്രം ഒന്ന് മനസ്സിലെത്തിയാൽ, ഇമാം മാലിക് റഹിമഹുള്ള യറാഹ ഹസന എന്നത് ഇമാം മാലിക് വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല, ആ ഒരു അസർ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് മനസ്സിലാക്കാൻ ആ സംഭവം മതി. എന്താണ്? മദീനയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇമാം മാലിക്കിനോട് ചോദിക്കുകയാണ്, ഞാൻ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കട്ടെ, ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കട്ടെ? അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? അല്ല, പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിച്ച ആ മീഖാത്തിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ പിന്നെ അവിടെ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഞാൻ നിനക്ക് ഫിത്നയെ ഭയപ്പെടുന്നു, നീ അങ്ങനെ ചെയ്താൽ ഫിത്ന സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നു പറഞ്ഞപ്പോൾ ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, വ അയ്യു ഫിത്നത്തിൻ വ ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹ. ഇതിപ്പോൾ എന്ത് ഫിത്നയാണുള്ളത്? ഞാൻ കുറച്ച് മൈലുകൾ അധികം വർദ്ധിപ്പിക്കുന്നല്ലേ ഉള്ളൂ. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് തെൽബിയത്തിൻ്റെ വാചകങ്ങളൊക്കെ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയല്ലേ. നല്ല കാര്യം കൂടുതൽ നല്ല കാര്യങ്ങൾ കൂടുതൽ നല്ല കാര്യം ചെയ്യല്ലേ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്, നല്ല കാര്യമാണ്. അതെ, അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യല്ലേ. അപ്പം ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? തിരിച്ചു പറഞ്ഞ വാചകം എന്താ? അയ്യു ഫിത്നത്തിൻ അഅ്ളമു മിൻ അൻ തദുന്ന അന്നക ഫഅൽത ഫിഅലൻ ഖസ്സറ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴ്ച വരുത്തിയ ഒരു വിഷയത്തിൽ നീ അത് ഭയങ്കര ഉഷാറായിട്ട് ചെയ്തു, പ്രവാചകൻ ഒഴിവാക്കിയ ഒരു വിഷയം, അത് റസൂൽ വീഴ്ച വരുത്തിയില്ലെങ്കിൽ ഒഴിവാക്കിയ ഒരു കാര്യം നീ അത് ഭയങ്കര ഉഷാറായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു ഫിത്ന ഇനി വേറെ എന്താണ് വരാനുള്ളത്? അപ്പം നല്ലതാണെന്ന് വിചാരിച്ച കാര്യത്തിൽ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി അവിടെ അത് ബിദ്അത്താണെന്ന് അവിടെ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. ഇനി ഇത് തന്നെയാണ് മാലിക്കി മദ്ഹബിലെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഈ വാചകം തൻ്റെ കിതാബുൽ ഇഅ്തിസാമിൽ കൊണ്ടുവന്ന എല്ലാ സ്ഥലവും നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ ഈ ആശയം സ്ഥാപിക്കുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അതിൽ ഇവർ പറയുന്ന മറ്റൊരു വിഷയമാണ്, നമ്മളായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കൗല് പോലെയാണ് പലപ്പോഴും ഇത് അവതരിപ്പിക്കുന്നത്. മറ്റ് കിതാബുകളിൽ അല്ലെങ്കിൽ മറ്റ് ഇമാമിയങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഉപയോഗിച്ച ഒരു കൗലാണോ ഇത് എന്നതുകൂടി വ്യക്തത വരുത്തിയാൽ നന്നാവും. അവിടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇമാം മാലിക് റഹിമഹുല്ലയുടെ ബിദ്അത്തിന്റെ വിഷയത്തിലുള്ള നിലപാടുകൾ ഏറ്റവും നന്നായി അറിയേണ്ടത് ആർക്കാണ്? ഏറ്റവും ചുരുങ്ങിയത് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർക്കെങ്കിലും അത് നന്നായി അറിയണം, അല്ലേ? അത് ആ മദ്ഹബിന് വേണ്ടി അങ്ങനെ അത് പഠിക്കുവാൻ വേണ്ടി ഒരുപാട് കാലം ചെലവഴിച്ച അതിൽ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ, മാലിക്കി മദ്ഹബിൻ്റെ വക്താക്കളായ പണ്ഡിതന്മാർ തന്നെ അത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് മാലിക്കി മദ്ഹബുകാരനാണ്, അദ്ദേഹം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇബ്നു വല്ലാഹ് മുഹമ്മദ് ഇബ്നു വല്ലാഹ് അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് മാലിക്കി മദ്ഹബുകാരനാണ്. അദ്ദേഹം ഫിൽ അൽ ബിദ്അഉ വന്നഹ്യു അൻഹ, അൽ ബിദ്അഉ വന്നഹ്യു അൻഹ എന്ന 286 ഹിജ്റ 286 വഫാത്തായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ബിദ്അഉ വന്നഹ്യു അൻഹ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയും, ഇമാം മാലിക്കിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് പഠിച്ച ആൾ പറയാണ്, വഖദ് കാന മാലികുൻ യക്റഹു കുല്ല ബിദ്അത്തിൻ വഇൻ കാനത് ഫീ ഖൈർ. അല്ലേ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് എല്ലാ ബിദ്അത്തിനെയും വെറുത്തിരുന്നു, അതിനെ മോശമായി കണ്ടിരുന്നു. അത് ഖൈറിലാണെങ്കിലും ഹസനത്താണെങ്കിലും എന്നതാണ് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായമെന്ന് മാലിക്കി മദ്ഹബിനെ കുറിച്ച് അറിയുന്ന, ഇമാം മാലിക്കിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് അറിയുന്ന ഇബ്നു വല്ലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ ഒരു കൗല് അത് ഒരുപാട് പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് തൻ്റെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ജസായിർക്കാരായ അൾജീരിയക്കാരായ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ, ഇബ്നു ബാദീസ് റഹിമഹുല്ലയെ പോലെയുള്ള, അതുപോലെ തന്നെ അൽ ബഷീർ മുഹമ്മദ് അൽ ബഷീർ അൽ ഇബ്രാഹിമിയെ പോലെയുള്ള, അതുപോലെ പിന്നെ വേറെ മുഹമ്മദ് അൽ ഖലീർ ഹുസൈൻ റഹിമഹുല്ലയെ പോലെയുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജംഇയ്യത്തുൽ ഉലമാ ഇൽ മുസ്ലിമീൻ്റെ റഈസുമാർ, അവിടുത്തെ തലവന്മാരായൊക്കെ സേവനമനുഷ്ഠിച്ച അവിടുത്തെ ഖാലിമാരായ ജസായിർ അൾജീരിയയിൽ വലിയ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഈ അസർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ്റിലെ അലി മഹ്ഫൂദ്, ഇമാം അലി മഹ്ഫൂദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഷാഫി ഫിഖഹിലെ ഷാഫിഈ ആയിരുന്നു, പിന്നെ ഹനഫി മദ്ഹബിലേക്ക് മാറി. അദ്ദേഹം അൽ ഇബ്ദാ ഫി മലാരിൽ ഇബ്തിദാ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇമാം ഷെയ്ഖ് അബ്ദുള്ള ജിബ്രീൻ റഹിമഹുല്ല അദ്ദേഹം തൻ്റെ തഫ്സീൽ അഖീദുൽ ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ യമനിൽ ജീവിച്ച യമനുകാർ ഫഖ്റാണ്, യമനിൻ്റെ ഫഖ്റാണെന്ന് പറയുന്ന വലിയ മുഹദ്ദിസാണ്, വലിയ പണ്ഡിതനാണ് അബ്ദുറഹ്മാൻ അൽ മുഅല്ലിമി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ റഫ്ഉൽ ഇഷ്തിബാഹൻ മഅനൽ ഇബാദത്തി വൽ ഇബ്തിദാ, റഫ്ഉൽ ഇഷ്തിബാഹൻ മഅനൽ ഇബാദത്തി വൽ ഇലാഹ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് തഖിയുദ്ദീൻ അൽ ഹിലാലി അദ്ദേഹത്തിൻ്റെ ഹുസാമുൽ മാഹിഖ് ലി കുല്ലി മുശ്രിക്കിൻ മുനാഫിഖ് എന്ന ഗ്രന്ഥത്തിൽ, ഇഹ്സാൻ ഇലാഹി ളാഹിർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, പല ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ട് അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അത് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ പണ്ഡിതന്മാരത് ഉദ്ധരിച്ച് പോന്നിട്ടുണ്ട്. അല്ല നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ ഈ പറഞ്ഞതിലിപ്പോൾ പല മദ്ഹബിൻ്റെ വക്താക്കളുണ്ട്, പല ആശയധാരയിലുള്ള വക്താക്കളുണ്ട്. അവർ പറയണ നമ്മൾ ആ തഫ്സീർ ഖുർത്തുബിയിലില്ല, ഇബ്നു കസീറിലില്ല, അന്നങ്ങനെയൊക്കെ പറഞ്ഞ് കിതാബുകളിൽ തീരെ ഉലമാക്കൾ പരിചയപ്പെടാത്ത ഒന്നായി തോന്നുന്നു. അങ്ങനെയല്ല. അപ്പോൾ ഈ പറഞ്ഞ തഫ്സീർ അന്ന് ഒരു പക്ഷേ ഫൈസൽ മൗലവി ഉസ്താദ് പറഞ്ഞപ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ പിന്നെ പേര് പറഞ്ഞതും ഒരു പക്ഷെ മാറിപ്പോയതായിരിക്കും. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു അസർ ആയതുകൊണ്ട് തന്നെ പലയിടത്തും വായിച്ചിട്ടുണ്ടാവും, പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പക്ഷെ പറഞ്ഞപ്പോൾ അതിൻ്റെ വാക്ക് പിഴവ് കൊണ്ട് മുഖാമുഖത്തിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാത്തൊരു വിഷയം ഉണ്ട് എങ്കിൽ അത് അറിഞ്ഞു നോക്കിയ ശേഷമേ അത് പറഞ്ഞു തരികയുള്ളൂ എന്നും, എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ അത് വ്യക്തത വരുത്തിയിട്ടേ പറഞ്ഞു തരികയുള്ളൂ തുടക്കത്തിലേ പറയുന്നുണ്ട്. അത് മൗലവിയുടെ ആ ഒരു മുഖാമുഖത്തിലെ വേദിയിൽ നമുക്കത് പ്രകടമായിരുന്നു. മാഷാ അല്ലാഹ്, അത് നല്ലൊരു മുഖാമുഖം നടത്തുന്ന എല്ലാവർക്കും മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. സലഫുകളുടെ മാതൃകയാണ്. സലഫികളാണെന്ന് പറയുമ്പോഴും സലഫുകളുടെ ആ ഒരു ജീവിതമാർഗം അർത്ഥത്തിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ഈ ആദാബ്, ഇൽമിൻ്റെ ആദാബ് പറഞ്ഞിടത്ത് നോക്കിയാലും അറിയാത്തൊരു കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് വളരെ വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജാമിഉ ബയാനിൽ ഇൽമി വ ഫദ്ലിഹി എന്നുള്ള ഇബ്നു അബ്ദുൽ ബറിൻ്റെ കിതാബിൽ ഒരു ബാബ് തന്നെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ആലിമീങ്ങളോട് അറിയാത്തതിനെ പറ്റി ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്, ലാദരി എന്നതാണെന്നുള്ളതിൻ്റെ അതിൻ്റെ വിശദീകരണത്തിൽ സഹാബാക്കളെ കൗല്, താബീങ്ങളുടെ കൗല് ഒരുപാട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരാളോടൊരു വിഷയത്തെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചാൽ അത് അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയൽ അവൻ്റെ അറിവാണെന്നാണ്, അതാണ് അവൻ്റെ അറിവെന്നാണ്. അതുപോലെ തന്നെ ഇമാം മാലിക്കിൻ്റെ ഒരു സംഭവം ആ ബാബിൽ കൊണ്ടുവരുന്നുണ്ട്. ഇമാം മാലിക്കിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ 6 മാസത്തോളം വഴിദൂരം യാത്ര ചെയ്ത് ഇമാം മാലിക്കിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു മസ്അല ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഹിജ്റ 4 മദ്ഹബിൻ്റെ ഇമാമാരാണ്, 4 മദ്ഹബിൻ്റെ ഇമാമാണ് ഇമാം മാലിക്. അപ്പോൾ അദ്ദേഹം വലിയ ഒരു പ്രതീക്ഷയിലും ആശയിലുമാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ 6 മാസം യാത്ര വഴിദൂരം ചെയ്തിട്ടാണ് താങ്കളുടെ അടുക്കൽ വരുന്നത്, ഒരു മസ്അലയെ പറ്റി ചോദിക്കാൻ വേണ്ടി എൻ്റെ നാട്ടുകാരെന്നെ ഇങ്ങോട്ട് അയച്ചതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇമാം മാലിക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമാം മാലിക് പറയുന്നത് എനിക്കറിയില്ല എന്നാണ്. ഇത് കേട്ട പാടെ അദ്ദേഹം ആകെ അമ്പരന്ന്, ഞാനിനി എൻ്റെ നാട്ടുകാരോട് പോയിട്ട് എന്താണ് പറയുക എന്ന് ഇമാം മാലിക്കിനോട് ചോദിക്കുമ്പോൾ ഇമാം മാലിക് പറയുന്നുണ്ട്, നീ നിൻ്റെ നാട്ടുകാരോട് പോയി പറയണം, മാലിക് പറഞ്ഞു എനിക്കറിയില്ല. അതെങ്ങനെ തന്നെയാണ് ആ വാചകം. മാലിക് റഹിമഹുല്ലയുടെ ആ ഒരു വിനയം, അത് ആ സലഫുകളുടെ മാതൃക അങ്ങനെ പിൻപറ്റിയ ഒരു ഇതാണ് നമുക്ക് മുഖാമുഖങ്ങൾ വേറൊരു മുഖാമുഖങ്ങളിലും കാണാൻ പറ്റാത്തൊരു രീതിയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ മുഖാമുഖത്തിൻ്റെ ഒരു അസില് വിഷയമുണ്ട്, അതിനെ പറ്റിയിട്ടല്ല ലാദിരി പറയുന്നത്. മുഖാമുഖം നബിദിനാഘോഷം ബിദഅത്താണ്, അത് നമുക്ക് ഖത്ഇയായ ഉറച്ച ദലീൽ കൊണ്ട് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് നബിദിനാഘോഷം ബിദഅത്താണ് എന്നുള്ളത്. ആ വിഷയത്തിലല്ല ലാദിരി പറയുന്നത്, മറിച്ച് ഏതെങ്കിലും നൗഅകളെ പറ്റി ചോദിക്കുമ്പോഴാണ് ലാദിരി എന്നും നോക്കിയിട്ട് പറയാൻ. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചോദിച്ചപ്പോൾ എന്നതാണ് അടിസ്ഥാനപരമായ മുഖാമുഖത്തിൻ്റെ വിഷയത്തിലുള്ള ഒരു വിഷയമല്ലാതെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ നബിദിനാഘോഷം ബിദഅത്താണെന്ന് സ്ഥിരപ്പെടുന്നത് എന്തുകൊണ്ടല്ല? ഇമാം മാലിക് റഹിമഹുള്ളയുടെ കൗൽ കൊണ്ടല്ല. ഇമാം മാലിക് തന്നെ അദ്ദേഹത്തിൻ്റെ കൗലിന് തെളിവായി ഖുർആനിലെ ഖുർആനിലെ ആയത്ത് തെളിവ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു വാചകം നമ്മൾ പറഞ്ഞു, ഇറാഹ ഹസന എന്ന് പറഞ്ഞൊരു വാചകം സനദോടുകൂടി നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഇമാം ഷാത്തിബി റഹിമഹുള്ള മാലിക്കി മദ്ഹബുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ മാലിക്കി മദ്ഹബുകാരൻ തന്നെയായ പല പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്ന് ലഭിച്ചതായിരിക്കും. ഇപ്പം നമ്മൾ ഈ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് എന്ന് പറഞ്ഞ മാലിക്കി ഫിഖ്ഹിൽ അഗ്രഗണ്യനാണ് നമ്മൾ പറഞ്ഞ ഈ അസറിൻ്റെ റിപ്പോർട്ടർമാരിൽ ഒരാൾ, അതായത് ഇബ്നുൽ മാജിഷുവിൻ്റെ ശിഷ്യനായ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്. അദ്ദേഹത്തിൻ്റെ തർജ്ജമകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഹുറൂബുൽ ഇസ്ലാം, തബഖാത്തുൽ ഫഖാഹി വ താബിഈൻ, തബഖാത്തുൽ മുഹദ്ദിസീൻ, തഫ്സീർ മുവത്ത മാലിക്, അൽ വാളിഹ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇതിൽ പല ഗ്രന്ഥങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമല്ല, പലതും മഫ്കൂദാണ്, കളഞ്ഞുപോയ ഗ്രന്ഥങ്ങളാണ്, പലതും നമുക്ക് ലഭ്യമല്ല. ഒരു പക്ഷേ അബ്ദുൽ മലിക് ഇബ്നു ഹബീബിൻ്റെ വല്ല ഗ്രന്ഥങ്ങളിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവും. കാരണം ഇമാം ഷാത്തിബി ആ അസർ കൊണ്ടുവരുന്നത് കിതാബുൽ ഇഅ്തിസാമിൽ പലപ്പോഴും ഖാല അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവും. ആ ഗ്രന്ഥം ഇന്ന് നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് അത് ഇസ്നാദോടുകൂടി നമുക്ക് കിട്ടിയിട്ടില്ല എന്നേ
അതിൽ വരുന്നുള്ളൂ. അതിൻ്റെ ആശയം എന്താണെങ്കിലും ദീനിൻ്റെ അസ്ലാണ്, അല്ലെ ദീന് പൂർണ്ണമാണെന്നും അത് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വൈൻ റഅ അന്നാസു ഹസന എന്നതാണല്ലോ ഒരു വലിയൊരു പ്രശ്നമായി അവർ പറയുന്നത്. ഇതും ചരിത്രമായ മുൻഗാമികളിൽ നിന്ന് വളരെ വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു ബിദ്അത്തിൻ ദലാല വഇൻ റആ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, ജനങ്ങൾ അതിനെ ഹസനത്തായി നല്ലതായി കണ്ടാലും ശരി. ഇമാം മാലിക്കിൻ്റെ അസറിൽ എന്താണോ ഉള്ളത് അത് ഇമാം മാലിക്കിനേക്കാളും എത്രയോ വലിയ ആളായ ഇമാം സ്വഹാബിയായ മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാണ്, ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി. സ്വഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു മനസ്സിലാക്കിയത്. ഇമാം ദാരിമി ഉദ്ധരിച്ച നിരവധി സംഭവങ്ങൾ, പല ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെടുത്ത് പഠിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സ്വഹാബിമാർ ബിദഅത്തിനെ മനസ്സിലാക്കിയത് കാണാൻ സാധിക്കും. വളരെ പ്രസിദ്ധമായി ഇമാം ദാരിമി ഉദ്ധരിച്ച ഒരു സംഭവം മാത്രം നമുക്ക് പറയാം. കൂഫയിലെ പള്ളിയിൽ കുറച്ച് ആളുകൾ ചുറ്റും വട്ടം കൂടിയിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരാൾ പിന്നെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലൂ, തക്ബീർ ചൊല്ലൂ, തഹ്ലീൽ ചൊല്ലൂ എന്ന് പറയുന്നു. അവരുടെ കയ്യിൽ ചെറിയ ചരൽക്കല്ലുകളുണ്ട്. എന്നിട്ട് ഒരാൾ പറയും, ബാക്കിയുള്ളവർ അതനുസരിച്ച് ചൊല്ലും. അപ്പം ഇങ്ങനെ അവർ ചൊല്ലുന്നതിനനുസരിച്ച് കല്ലിങ്ങനെ എണ്ണി മാറ്റി ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് കൂഫയിലെ പള്ളിയിൽ നടക്കുന്ന ഈ സംഭവം നടക്കുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വിവരമെത്തുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ പോയിട്ട് വളരെ ശക്തമായി ശകാരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എന്താ പതിലുള്ളത്? തസ്ബീഹും തഹ്ലീലും തക്ബീറുമാണ്. അത് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് 4 ആൾ കൂടിയിരുന്ന് അതിൻ്റെ ഒരു നല്ല പള്ളിയിലാണ് പിന്നെ അള്ളാഹുവിന്റെ സ്മരണക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്. നന്മയാണ്, അവർ നന്മ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഭാഷയിൽ. അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വല്ലദീ നഫ്സി ബിയദി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മില്ലത്തിനേക്കാളും വലിയ സന്മാർഗത്തിലാണോ നിങ്ങളുള്ളത്? അവ മുഫ്തതിഹു ബാബ ദലാല, അതല്ല ദലാലത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയാണോ? അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറയുന്ന വാചകമുണ്ട്, ഹസനത്ത് എന്നുള്ളതാണുള്ള വിഷയം. അവർ തിരിച്ചു പറഞ്ഞ വാചകം എന്താ? വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ. ഇല്ലൽ ഖൈർ. ഓ അബൂ അബ്ദുറഹ്മാൻ, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ ഖൈർ അല്ലാതെ ഉദ്ദേശിക്കുന്നില്ല, നന്മയല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നന്മയായി ഉദ്ദേശിച്ചതിന് എന്താ ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണോ? അല്ലല്ലോ. വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു. ഖൈർ ഉദ്ദേശിക്കുന്നതുകൊണ്ട് മാത്രം ഖൈറാവൂല. എത്ര ആളുകളുണ്ട് ഖൈർ ഉദ്ദേശിക്കുന്നു, പക്ഷേ അവർക്ക് ഇത് കിട്ടാതെ പോവുകയാണല്ലോ. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ വിഷയത്തിലുള്ള വീക്ഷണം എന്താ? ഇസ്തിഹ്സാൻ എന്നൊരു ചർച്ച ഉണ്ട് ഉസൂൽ ഫിഖിന്റെ ആൾക്കാരാണ്. അതെ. അപ്പോൾ ഇസ്തിഹ്സാനുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ട്. ഇപ്പോൾ ഉസൂൽ ഫിഖിൽ ഇസ്തിഹ്സാൻ എന്നത് ദീനിലൊരു ദലീലാണോ, പ്രമാണമാണോ? അപ്പോൾ ഇത് പറയുമ്പോൾ ഇസ്തിഹ്സാൻ എന്ന ആ ഒരു ദലീലിന് വ്യത്യസ്ത രൂപത്തിൽ പണ്ഡിതന്മാർ അതിന് നിർവചനം പറയാറുണ്ട്. അതിൽ ഒരു നിർവചന പ്രകാരമാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള ഇസ്തിഹ്സാനെ വളരെ ശക്തമായി എതിർത്ത് കാണാൻ സാധിക്കും. ഇമാം ഷാഫിഈ റഹിമഹുള്ള ഇമാം അദ്ദേഹത്തിൻ്റെ കിതാബുൽ റിസാലയിൽ പറയുന്നുണ്ട്, പിന്നെ വഹാദാ യദുല്ലു അലാ അന്നഹു ലൈസ ലിഅഹദിൻ ദൂന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖൂൽ ഇല്ലാ ബിൽ ഇസ്തിദ്ലാൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാൾക്കും ഇസ്തിദ്ലാലോട് കൂടിയല്ലാതെ, തെളിവോട് കൂടിയല്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ടത് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വലാ യഖൂലു ബിമസ്തഹ്സൻ. ഇസ്തിഹ്സാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും ഒന്നും പറയാൻ പാടില്ല എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഫഇന്നൽ ഖൗല ബിമസ്തഹ്സന ഷൈഉൻ യുഹ്ദിസുഹു ലാ അലാ മിസാലിൻ സാബിഖ്. ഒരാൾ നല്ലതാണ് ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഈ വാചകത്തിലുള്ള ഇസ്തിഹ്സാന്റെ അതിൻ്റെ ആശയം എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മഹാൻ ഹസൻ അൽ അത്താർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ജലാൽ മഹല്ലിയുടെ ജമുൽ ജവാമീൻ്റെ അദ്ദേഹത്തിൻ്റെ ഹാഷിയയിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. എന്താണ്? ബിഅന്ന മൻ ഇസ്തഹ്സന ഫഖദ് ശർറ. ഇമാം ഷാഫിയിൽ നിന്നും അറിയപ്പെട്ട ഒരു വാചകമാണ് മൻ ഇസ്തഹ്സന ഫഖദ് ശർറ. ആരെങ്കിലും ഇസ്തിഹ്സാൻ ചെയ്താൽ അവൻ ദീനുണ്ടാക്കിയിരിക്കുന്നു. എന്താ അതിൻ്റെ ഉദ്ദേശം? യുരീദൂന അന്ന മൻ അസ്ബത ഹുക്മൻ ബിഅന്നഹു മുസ്തഹ്സനുൻ മിൻ ഗൈരി ദലീലിൻ. ദലീലില്ലാതെ ഒരാൾ ഒരു കാര്യം നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഹുക്മ് സ്ഥാപിച്ചാൽ, അപ്പോൾ തന്നെയാണ് ഈ പറഞ്ഞതും നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനിൽ ദലീലില്ലാതെ ഒരു കാര്യം സ്ഥാപിച്ചാൽ ഫഹുവ ശാരിഉ ലിദാലിക്കൽ ഹുക്ം. ആ ഹുക്ം ഉണ്ടാക്കിയ ശാരിആയി അവൻ, കാരണം അവൻ ശരീഅത്തിന് തെളിവില്ലാതെയാണ് പറഞ്ഞത്. ഇമാം സംആനി റഹിമഹുല്ല തന്റെ ഖവാത്തിഉൽ അദില്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വഅലം അന്നൽ കലാമ ഫിൽ ഇസ്തിഹ്സാൻ യർജു ഇലാ മഅരിഫത്തിൽ ഇസ്തിഹ്സാൻ അല്ലദി യഅ്തമിദുഹു അസ്ഹാബു അബി ഹനീഫ ഫഇൻ കാന അൽ ഇസ്തിഹ്സാൻ ഹുവൽ ഖൗലു ബിമസ്തഹ്സന അൽ ഇൻസാൻ വയഷ്തഹിഹി. അതിന്റെ അവസാന ഭാഗത്തിന്റെ അർത്ഥം മാത്രം പറയാം. ഇസ്തിഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും പ്രശ്നമുള്ള ഇസ്തിഹ്സാൻ ഏതാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിമസ്തഹ്സനഹുൽ ഇൻസാൻ വയഷ്തഹിഹി. ഒരാൾക്ക് നല്ലതായി തോന്നുന്ന കാര്യം
അവന് തിരക്കടില്ല, അവന് ആഗ്രഹമുണ്ട്, അവന് നല്ലതാന്ന് തോന്നുന്ന കാര്യം അതാണ് ഇസ്തിസാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹുവ ബാത്തിലുൻ ഖത്അ, അത് ബാത്തിലാണെന്ന വിഷയത്തിൽ തർക്കമില്ല, അതിൽ ഒരു സംശയവുമില്ല. വലാ നദുന്നു അന്ന അഹദൻ യഖൂലു ബിദാലിക, ഒരാളും ഇത് പറയുന്നുണ്ടോ നമുക്ക് തോന്നുന്നില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വളരെ ശക്തമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായവും അഭിപ്രായം തന്നെയാണ്. അതെ, ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായം വിശദീകരിച്ചിരിക്കുകയാണ് ഈ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇമാം ഷാഫിയുടെ അഭിപ്രായം എന്താണെന്ന് വിശദമായി വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം ഒരിക്കലും ദീനിൽ പ്രമാണമില്ലാതെ ഒരു കാര്യം നല്ലതാന്ന് വിചാരിച്ചുണ്ടാക്കാൻ ഒരു വകുപ്പുമില്ല. ഉണ്ടാക്കിയാലും പുതിയ മതം ഉണ്ടാക്കിയാണ്. അപ്പൊ ഇത് ദീനിലൊരു അസ്ലാണ്, ഇത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഇമാമിങ്ങളെ കൗല് പൊതുവേ നമ്മളിങ്ങനെ ഇമാമിങ്ങളെ കൗല് ഉദ്ധരിക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു പുതിയ അസിലുണ്ടാക്കാൻ വേണ്ടിയിട്ടെങ്കിൽ ഒരു പുതിയ വിശ്വാസത്തിനോ പുതിയ അമലിനോ ഒന്നും അല്ലല്ലോ പൊതുവേ ഇമാമിങ്ങളെ കൗല് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇമാമിങ്ങളെ കൗല് പൊതുവേ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കാണല്ലോ പൊതുവേ നമ്മൾ ഇമാമിങ്ങളെ കൗല്. അതെ, ഇമാമിങ്ങളുടെ കൗലിനെ കുറിച്ച് പറയാറുണ്ട്, എന്താ ഖൗലുൽ അഇമ്മത്തി യുസ്തദല്ലു ലഹ ലാ യുസ്തദല്ലു ബിഹ. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ തെളിവുണ്ടോ നോക്കുകയാണ് വേണ്ടത്, അതിന് തെളിവ് അന്വേഷിക്കുകയാണ് വേണ്ടത്. തെളിവുണ്ടെങ്കിൽ സ്വീകരിക്കണം, അല്ലാതെ അത് തെളിവാക്കലല്ല. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗല് കൊണ്ട് ഒരു ഈമാൻ അല്ലെങ്കിൽ ഒരു അമല് സ്ഥിരപ്പെടുന്നില്ല. ദീനിലുള്ളൊരു കാര്യം ഇമാം മാലിക് റഹിമഹുല്ല അത് വളരെ വ്യക്തമായി പറഞ്ഞു, ആ കൗല് നമ്മൾ എടുക്കുന്നു. അത് ഇമാം മാലിക്കിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും അത് സച്ചരിതമായ ഒരുപാട് മുൻഗാമികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ആശയമാണ്, ദീനിൻ്റെ അസ്ലാണ് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ആ സനദുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ അടിസ്ഥാനപരമായി നാം ഓർക്കേണ്ട കാര്യം നബിദിനാഘോഷം ബിദഅത്താണ് എന്നുള്ളത് ഇമാം മാലിക്കിൻ്റെ ഈ കൗല് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ബിദഅത്തിൻ്റെ അപകടവും ഗൗരവങ്ങളും അതും വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ആയതിനാൽ നബിദിനാഘോഷം ബിദഅത്താണ് അല്ലെങ്കിൽ അത് ബിദഅത്തല്ല സുന്നത്താണ് എന്നതിന് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നബിദിനാഘോഷം അത് ബിദഅത്ത് തന്നെയാണ്, അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധം മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി ആചരിക്കാനും പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം പോലും പഠിപ്പിക്കാത്തൊരു കാര്യം പോലും ദീനിൻ്റെ പേരിൽ പുതുതായിട്ട് ചെയ്യാതെ പ്രവാചകൻ സ്വഹാബത്തിലൂടെ കൈമാറിയ ദീന് യഥാവിധം സംരക്ഷിച്ച് ആചരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.